നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയവും അത് നമ്മുടെ വേദിക് അസ്ട്രോളജിയുമായി, നമ്മുടെ ജാതകവുമായിട്ടുള്ള ബന്ധം. ഋഷിമാർ അതിന് വേണ്ടതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ അത്തരം പൊളിറ്റീഷ്യൻസിൻ്റെ ഭാവി കാണിക്കുന്ന ഗ്രഹനിലകൾ വിവരിക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ കാലഘട്ടത്തിൽ പലരും മാന്യതയുള്ള ഒരു പ്രൊഫഷനായിട്ട് കാണുന്നില്ല. പലരും പറയും, സോറി സർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ഇതാണ് പലരുടെയും വേർഷൻസ്. കാരണം അത് അങ്ങനെ ആക്കി എടുത്തു. യഥാർത്ഥത്തിൽ പൊളിറ്റീഷ്യൻസ് ഇല്ലാത്ത ഒരു ലോകമില്ല. ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരു പ്രൊഫഷനാണ് അത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദേ ആർ റിയലി ദ ക്രാങ്കേഴ്സ് ഓഫ് യൂണിവേഴ്സ്. അവരാണ് നമ്മുടെ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. അവരുടെ ഗുണവും ദോഷങ്ങളുമാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണത്. പഠിക്കണം. ഞാൻ ഈ പൊളിറ്റീഷ്യൻസിന് ഉണ്ടാകേണ്ട ജാതകത്തിലുള്ള ഗ്രഹനിലകളൊക്കെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. ഒപ്പം പൊളിറ്റിക്സിനെ പറ്റിയും പറയണം. കാരണം നമ്മുടെ ട്രഡീഷൻ അത് പൊളിറ്റിക്സിന്, അല്ലെങ്കിൽ രാജാവും രാജാവിൻ്റെ ഭരണവും, രാജഭരണം, അതാണ് അന്നത്തെ പൊളിറ്റിക്സ്. അതിനൊരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റേഴ്സൊക്കെ എങ്ങനെ ഒരു രാജാവ് പെരുമാറണം, ഒരു രാജാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം പൊളിറ്റിക്സിൽ, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ് ആണെങ്കിൽ ഇന്നും അതിന് മഹത്തായ ഒരു സ്വാധീനവും പ്രാധാന്യവും ബഹുമാനവുമുണ്ട്. ഒരിക്കലും അവഗണിച്ച് പുറന്തള്ളപ്പെടേണ്ട ഒരു വിഷയമല്ല. ഒരുപാട് ജനസേവനത്തിനും രാജ്യസേവനം ഏറ്റവും പ്രധാനപ്പെട്ട് നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. അതിന് നല്ല രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള പൊളിറ്റീഷ്യൻസ്, അന്ന് കണ്ട രാജാക്കന്മാരല്ല, ഇന്ന് രാജാക്കന്മാരുടെ പകരമുള്ള ഒരുപാട് പോർട്ട്ഫോളിയോസ് ഉണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ചാൻസലർമാർ, മന്ത്രിമാർ, ഇങ്ങനെ പല രൂപത്തിലാണ് പണ്ടത്തെ രാജാവ് മാറി ഇന്ന് ഉള്ളത്. എന്നാലും അവർക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം. അവരൊക്കെ അവരുടെ മനസ്സിൽ, ടു ദ കോർ ഓഫ് ദർ ഹാർട്ട്, ജനസേവനം ഉണ്ടാകണം. ഒപ്പം തന്നെ ഒരു പൊളിറ്റീഷ്യൻ ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരൻ ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വിഷയങ്ങളും പഠിക്കണം. അല്ലെങ്കിൽ പഠിച്ച് ആൾക്കാരുമായിട്ട് എപ്പോഴും ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ പൊളിറ്റിക്സിൽ ഒരു പൊളിറ്റീഷ്യൻ ഭരണത്തിൽ വന്നാൽ നാടിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കാണാം, ഈ ഏറ്റവും നല്ല ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതരം ജന്മങ്ങളും എടുക്കുന്നുണ്ട്. എന്തിനാണത്? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വെർച്വസ് ആൻഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇവിൽ ഡൂവേഴ്സ് ഐ ടേക്ക് മൈ ബർത്ത് ഫ്രം ഏജ് ടു ഏജ്. അതൊരു രാജാവിൻ്റെ ധർമ്മമാണ്, രാജനീതിയാണത്. നമുക്ക് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷിക്കുകയും തിരസ്കരിക്കേണ്ടവരെ തിരസ്കരിക്കുകയും ചെയ്യാൻ കഴിയണം. അതാണ് പൊളിറ്റീഷ്യൻസ്. അതുപോലെ തന്നെ സാധാരണ ഉള്ള ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ
ഇന്ദ്രിയങ്ങൾ, ഒരു മൂന്നാം തൃക്കൺ, ശിവന്റെ മൂന്നാം തൃക്കണ്ണ് പോലത്തെ തൃക്കണ്ണൊക്കെ വേണമെന്ന് പറയും ഒരു രാഷ്ട്രീയക്കാരന്. എന്നാൽ അത് കാരണം അത്രയും സങ്കീർണമാണ് ഈ ഒരു പ്രൊഫഷൻ. അപ്പൊ അതൊക്കെ കാരണം നമുക്ക് അറിയാം, മഹാബലി എത്ര നല്ലൊരു ഭരണം നടത്തിയ ആളായിരുന്നു. അവസാനമുണ്ടായ സംഭവങ്ങൾ എന്താണ്? ദേവേന്ദ്രന് ആ മഹാബലിയുടെ പേര് അത് സഹിക്കാതെ വന്നു. എങ്ങനെയെങ്കിലും മഹാബലിയെ എലിമിനേറ്റ് ചെയ്യണം. അതാണ് ഒരു രാജാവിനുണ്ടാകുന്ന, രാജാവ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പലതരം പ്രശ്നങ്ങളാണ്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നാലും നമ്മുടെ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ഒരു പൊളിറ്റീഷ്യൻ എന്തായിരിക്കണം, അത് ഏത് രൂപത്തിലായിരിക്കണം, അവൻ്റെ മനോധർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രാജാവിനെ പറ്റിയിട്ട്, ഒരു ഭരണ സംവിധാനത്തിനെ പറ്റി നമ്മുടെ ഈ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. അത് 7 പില്ലേഴ്സാണെന്നാണ് പറയുന്നത്. 7 പില്ലർ. ഈ 7 പില്ലേഴ്സ് ശക്തമായിട്ട് നിന്നാലേ ഒരു രാജ്യവും ഒരു പൊളിറ്റീഷ്യനും സക്സസ്ഫുള്ളായി കൊണ്ടുപോകാനാവും എന്നാണ് പറയുന്നത്. അത് ഒന്ന് രാജാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളുടെ സ്നേഹം ലഭിക്കുന്ന ഒരാളായിരിക്കണം രാജാവ്. പിന്നെ വരുന്നത് അമാത്യന്മാരാണ്, കഴിവുള്ള, വിവിധ തുറകളിൽ കഴിവുള്ള മന്ത്രിമാർ. പിന്നെ വരുന്നതാണ് ട്രഷറി. നമുക്കൊരു സമ്പദ് ഘടനയുണ്ടാകണം, പണം സ്വരൂപിച്ച് വെക്കണം, അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് വിനിയോഗിക്കണം. പിന്നെ വരുന്നത് ദുർഗ, കോട്ടകൾ വേണമെന്നാണ് പറയുന്നത്. നല്ല കോട്ടകളൊന്നും ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് വിജയമുണ്ടാവുകയില്ല. മറ്റൊരു വിഷയം പട്ടാളമാണ്. ബലമുണ്ടായിരിക്കണം, നല്ല ശക്തമായ ഒരു പട്ടാളം ഉണ്ടാകണം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് മിത്രങ്ങളാണ്. മഹാബലിക്ക് ഉണ്ടാകാതിരുന്നത് അതാണ്, മിത്രങ്ങൾ ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് വന്ന ദേവേന്ദ്രനാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് മിത്രങ്ങളെ ഉണ്ടാക്കണം, അത് രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കഴിവാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാർ വന്നാലാണ് ആ നാട് ഉയരുന്നത്, വളരുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാവരും അതിൽ സജീവമാകണം, പഠിക്കണം. ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ശരിയും തെറ്റും നമ്മൾ സ്വയം അവലോകനം ചെയ്യണം. വെറും വിമർശനാത്മകമാവരുത് നമ്മുടെ പൊളിറ്റിക്സ്. നമുക്ക് ഇനി ഈ ഒരു പൊളിറ്റിക്സ് ഇത്രയും നല്ല, വളരെ ശോഭനമായ ഭാവിയുള്ള, ഒരുപാട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിവുള്ള ഒരു കർമ്മപാതയാണ് പൊളിറ്റിക്സ്. അത് എങ്ങനെ നമ്മൾ ജാതകത്തിൽ കാണുന്നു, അതെങ്ങനെയാണ് ഋഷീശ്വരന്മാർ നമുക്ക് കാട്ടിത്തരുന്നത്. ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും, അവൻ എന്തൊക്കെ വേണം. ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ ഒരാൾക്ക് 10ാം ഭാവം അത് ഒരു കർമ്മഭാവമാണ്. ആജ്ഞകൾ ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനും കഴിയുന്ന നമ്മുടെ ഒരു ഭാവമാണ് 10. 10ാം ഭാവത്തിന് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് 4ാം ഭാവത്തിന്. അത് പ്രജകളാണ്, സാധാരണക്കാരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് ചേർന്നാലാണ് ശരിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. കാരണം ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരാൾക്ക് ഭരണം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, ഈ വ്യക്തിയുടെ ജാതകത്തിൽ 3ാം ഭാവം നമ്മൾ ആക്ച്വലി ഒരു പാപഭാവമായിട്ടാണ് കാണുക.
പക്ഷെ ഒരു പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരാളാണ്. അതിൽ നിന്ന് നന്മകൾ എടുത്ത് തിന്മകളെ നമ്മൾ തിരസ്കരിച്ച് നന്മകൾ അത് പ്രായോഗികമാക്കി കൊണ്ടുവരണം. ഈ മൂന്നാം ഭാവത്തിൽ നിന്ന് നന്മകൾ ഒരുപാടുള്ളതാണ്. അത് ധൈര്യത്തിൻ്റെയും ബുദ്ധിയുടെയും സ്ഥിരതയുടെയും ഓരോ സംരംഭത്തിൻ്റെയും ഒക്കെ ഭാവമാണത്. അതൊക്കെ ഒരു പൊളിറ്റീഷ്യന് വേണം. അതുമാത്രമല്ല സ്റ്റഡി ആയിട്ടുള്ള വളർച്ചയും കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മൂന്നാം ഭാവവും പവർഫുൾ ആയിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഗ്നമാണ്. ലഗ്നം ബലമില്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്താലും അതിനൊരു അംഗീകാരം ഉണ്ടാവുകയില്ല. അപ്പോൾ ബലവാനായ ലഗ്നം ഉണ്ടായിരിക്കണം. ബലവാനായിട്ടുള്ള 5ാം ഭാവാധിപൻ ഉണ്ടാകണം. കാരണം മന്ത്രിസ്ഥാനവും നമ്മുടെ ബുദ്ധിസ്ഥാനവും നമ്മുടെ പ്രായോഗികമായിട്ട് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന പല സൃഷ്ടികളും അതൊക്കെ 5ാം ഭാവം കൊണ്ടാണ് കാണേണ്ടത്. അപ്പോൾ 5ാം ഭാവം പവർഫുൾ ആയിരിക്കണം. ഒപ്പം തന്നെ ഭാഗ്യഭാവം വേണം. മൊത്തം പറയുകയാണെങ്കിൽ എല്ലാം പരസ്പരം ആവശ്യമുള്ളതാണ്. ഒരു പൊളിറ്റീഷ്യനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ആവശ്യമുണ്ട്. 11ാം ഭാവം ഇതൊക്കെ ഉണ്ടായാലും 11ാം ഭാവം ഇല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം കിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പറയും, അത് വെറുതെ ആയി പോകും. ഇപ്പം തുഗ്ലക്കിൻ്റെ ഭരണം പോലെയൊക്കെ മാറിപ്പോകും. എല്ലാം ചെയ്യും, പക്ഷെ ജനങ്ങൾക്കൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതും ഉണ്ടാകരുത്. അപ്പോൾ 11ാം ഭാവം ശക്തമായിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഭാവങ്ങൾ. മറ്റൊന്ന് നമ്മുടെ രാശികളാണ്. നമ്മളെ ജാതകത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഒരു പൊളിറ്റീഷ്യൻസിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും കുറേ ഭാഗങ്ങൾ അനുകൂലമായി വന്നാലേ അവനൊരു ശരിയായ പൊളിറ്റീഷ്യനായിട്ട് മാറാൻ കഴിയുകയുള്ളൂ. പ്രധാനപ്പെട്ട ഈ 12 രാശികളും പ്രധാനം തന്നെയാണ്. എന്നാലും മേടം രാശിക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം അത് ധൈര്യത്തിൻ്റെയും കർമ്മശേഷിയുടെയും ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു രാശിയാണത്. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന രാശിയാണ്. കുജൻ്റെ രാശിയാണത്. അപ്പോൾ ഈ മേടം വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ചിങ്ങരാശി അത് രാജാവിൻ്റെ രാശി തന്നെയാണ്. അതൊരു പ്രത്യേക കാരിസ്മ ഉള്ളൊരു രാശിയാണ്. രാജാവ് ആകാനും ഈ രാശിക്കാർക്ക് രാജാവായാൽ ഒരു പ്രത്യേക സ്നേഹം ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റാൻ കഴിയും. മറ്റൊന്ന് തുലാം രാശിയാണ്. ഒന്ന് കാലപുരുഷന്റെ 7ാമത്തത് ആണ് തുലാം. 1ാമത്തത് മേടമാണ്. മേടം സൂര്യൻ ഉച്ചത്തിലാണ്. അവിടെ സൂര്യൻ്റെ രാജധർമ്മങ്ങളാണ് അത് കൂടുതൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ തുലാം രാശിയിലെത്തുമ്പോൾ അവിടെ വരുന്നത് ശുക്രൻ്റെ രാശിയാണത്. അത് അവിടെ ശനിയാണ് ഉച്ചത്തിൽ വരുന്നത്. ഒരു പ്രജകളാണല്ലോ ഒരു രാജാവിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വത്ത്. രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകളെ സംരക്ഷിക്കുന്ന ആൾ, അതാണ് രാജാവ്. അപ്പോൾ ഈ പ്രജകളില്ലെങ്കിൽ രാജാവുണ്ടോ? അപ്പോൾ 7ാം ഭാവമായിട്ടുള്ള തുലാം. മറ്റൊന്ന് വൃശ്ചികം. വൃശ്ചികം നമ്മൾ സ്വതവേ പറയുക അതൊരു അഷ്ടമമാണ് കാലപുരുഷൻ്റെ. പക്ഷെ ബുദ്ധിയുടെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഭാവമാണത്. സേവനത്തിൻ്റെ ഭാവമാണ്. അത് നമുക്ക് ത്യാഗത്തിൻ്റെ ഭാവമാണ്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ആ രാശി പ്രധാനമായിട്ട് വരുന്ന പൊളിറ്റീഷ്യൻസ് എപ്പോഴും ജനസേവനത്തിന് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ രാശികൾ കഴിഞ്ഞാൽ ഗ്രഹങ്ങളാണ്, പ്ലാനറ്റ്സ്. ഏറ്റവും പ്രാധാന്യം ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സൂര്യനാണ്.
സൂര്യൻ നിങ്ങൾക്കറിയാമല്ലോ, സൂര്യൻ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അധിപനാണ്. സൂര്യൻ പ്രകാശത്തിൻ്റെ നാഥനാണ്. സൂര്യൻ നമുക്ക് എനർജി തരുന്ന ആളാണ്, നമ്മൾ സൗളാണ്. അപ്പോൾ ആത്മകാരകനാണ്. അപ്പോൾ സൂര്യനില്ലാതെ ഈ പ്രപഞ്ചമില്ല. സൂര്യൻ്റെ ആജ്ഞാശക്തിയും ധൈര്യവും അതൊക്കെയാണ് ഒരു രാജാവിന് വേണ്ടത്. മറ്റൊന്ന് ചന്ദ്രനാണ്. ചന്ദ്രൻ ജ്യോതിഷത്തിലെ രാജ്ഞിയാണ്. അപ്പോൾ സ്നേഹം ആണ് അവിടെ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത്. ഒരു രാജാവിന് വേണ്ടത് ആർദ്രത, സേവനം, അതൊക്കെ ചന്ദ്രനിൽ കൂടി നമുക്ക് കാണാം. നല്ല ചന്ദ്രൻ ബലവാന് പക്ഷബലം ഉണ്ടായിരിക്കണം, നല്ല സ്ഥാനത്തായിരിക്കണം, ലഗ്നവുമായിട്ടും ബന്ധമുണ്ടാകണം. ഇങ്ങനെ വന്നാൽ നല്ല ഒരു പൊളിറ്റീഷ്യൻ ആയിത്തീരാനുള്ള യോഗ്യതയാണ്. മറ്റൊരു ഘടകം നമ്മൾ അവഗണിക്കുന്നുണ്ടെങ്കിലും രാഹുവാണ്. രാഹു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എസ്പെഷ്യലി ഫോർ ദ പൊളിറ്റീഷ്യൻസ്. കാരണം അവർക്ക് ഒരു പ്രത്യേക അജണ്ട, ഈ പ്രത്യേക അജണ്ട ഈ ക്രിയേറ്റ് ചെയ്യുന്നത് രാഹുവാണ്. മാനിപ്പുലേഷൻ, കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, അത് രാഹുവാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത തലങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിവും രാഹുവിനാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എത്തുന്ന ഒരാൾക്ക് ഈ ഉപജയസ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഹു എപ്പോഴും നന്നായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പൊളിറ്റിക്സ് വളരെ ഭാവി ഉണ്ടാവും. 3, 6, 10, 11. ഒപ്പം തന്നെ ഈ സൂര്യനുമായിട്ടുള്ള ബന്ധവും ഉണ്ടാകണം. സൂര്യനും ചന്ദ്രനും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നത് പൊളിറ്റീഷ്യൻസിന് വളരെ നല്ലൊരു യോഗമായിട്ട് ഋഷീശ്വരന്മാർ പറയുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ഗ്രഹണയോഗം എന്നൊക്കെ പറയും. അത് പൊളിറ്റീഷ്യൻസിന് ബാധകമല്ല. വാജ്പേയിയുടെ ജാതകത്തിൽ നീചൻ ആയിട്ടുള്ള ഗ്രഹത്തിന് അത് ഉച്ചത്തിലെത്തുന്നതാണ് വാജ്പേയിയുടെ ജാതകത്തിൻ്റെ ഒരു പ്രാധാന്യം. അത് ഏറ്റവും നിർബന്ധമാണ്. അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹനിലകൾ, അല്ലെങ്കിൽ വ്യാഴവും ചന്ദ്രനും ചേർന്നിട്ടുള്ള ഗ്രഹനില, അല്ലെങ്കിൽ നീച പരിവർത്തനങ്ങളുണ്ട്. അങ്ങനെ വന്നാലും പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ഇതൊക്കെ ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആകാനുള്ള യോഗ്യതകളാണ്. അങ്ങനെയുള്ള ഒരു പൊളിറ്റീഷ്യൻസ് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ തോന്നുകയുള്ളൂ. ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറയുന്നത് അവൻ്റെ ബോധക്കുറവാണ്. നല്ല ബോധമുള്ളവന്, ജനസേവനത്തിന് താല്പര്യമുള്ളവൻ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൻ്റെ സ്പന്ദനമാണത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിലനിൽക്കുന്നതായ ദോഷങ്ങൾ ഇല്ലാതാക്കി അതിനൊരു പുതിയ ഒരു ജീവൻ കൊടുക്കുക, പുതിയ ഒരു തലത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോവുക. അങ്ങനെ കുറേ ആൾക്കാർ ഒരു രാജ്യത്ത് വളർന്നു വന്നാൽ ആ രാജ്യം സേഫാണ്. ഈ ലോകത്തിൽ ധനം ഒക്കെ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിനും എന്തെങ്കിലും തരത്തിൽ ആ ധനങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത് അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിരിക്കണം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ ഋഷീശ്വരന്മാർ നമ്മൾ ജാതകത്തിൽ കാണിച്ചു തരും. ഞാൻ പറഞ്ഞതൊന്നും നീചഭംഗ രാജയോഗമാണ് വാജ്പേയിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കുറേ പ്രശ്നങ്ങളുണ്ടാകും ഈ നീചഭംഗ രാജയോഗം ഉള്ള ആൾക്കാർക്ക്. അവർക്ക് ഈസി ആയിട്ട് ദേ കനോട്ട് റീച്ച് ടു എ ഹൈ ലെവൽ, പക്ഷേ അവരെത്തും. വാജ്പേയിയും അതുപോലെയായിരുന്നു. അങ്ങനെ നീചഭംഗ രാജയോഗം പോലെയുള്ള യോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് അഖണ്ഡ സാമ്രാജ്യയോഗം ഒക്കെ ഏറ്റവും യോജിച്ചു വരുന്നത് ഈ പൊളിറ്റീഷ്യൻസിനാണ്. അത്രയും പ്രാധാന്യമുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളതാണ്. അത് നാടിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പൊളിറ്റീഷ്യൻസ് ഇല്ലാതെ നാടില്ല. നാട് അതിൻ്റെ സമൃദ്ധിയിലേക്ക് പോകണമെങ്കിൽ പൊളിറ്റീഷ്യൻസ് വേണം. അത് ആത്മാർത്ഥതയുള്ള പൊളിറ്റീഷ്യൻസ് ആയിരിക്കണം, സ്വാർത്ഥതയില്ലാത്ത പൊളിറ്റീഷ്യൻസ് ആയിരിക്കണം, പ്രജകളെ സ്നേഹിക്കുന്ന പൊളിറ്റീഷ്യൻ ആയിരിക്കണം, എല്ലാറ്റിനും ഉപരി നമ്മുടെ രാഷ്ട്രബോധം ഉണ്ടായിരിക്കുന്നവളായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ട, മനസ്സിന് ആ ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു രംഗം പൊളിറ്റിക്സ് തന്നെയാണ്. കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം.